നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? അതാണ് ഇന്ന് സ്പ്രെഡ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതാണ് സ്പ്രെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റക്നെസ് ഉണ്ട്, ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും, ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. പ്രപഞ്ചം ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും ആ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നല്ല ഒരു ബന്ധം കൊണ്ടുതരാനായിരിക്കും. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പം ഈ ബന്ധം വന്നു ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് യൂണിവേഴ്സിന് ഓൾറെഡി അറിയാം. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് അത് വന്നു ചേരാതിരിക്കുന്നതെന്ന്. അല്ലാതെ പോയ ബന്ധത്തിന്റെ പുറകിന് പോയി ചേസ് ചെയ്ത് ആ ഒരു എനർജിയിലേക്ക് പോയിരിക്കുക. എപ്പോഴും നമ്മൾ യൂണിവേഴ്സ് നമുക്ക് നല്ലത് കൊണ്ടുതരുന്നു. അതുകൊണ്ട് നല്ല എനർജിയിലേക്ക് നമ്മൾ പോവുക എന്നാണ് ചെയ്യേണ്ടത്. ആദ്യത്തേത് 8 ഓഫ് വാൺസിന്റെ കാർഡാണ്. ഇതൊരു യാത്രയുടെ കാർഡാണ്. ഒരു വേഗത്തിൽ വന്നു ചേരുന്ന ഒരു കാർഡാണ്. അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു യാത്രയുടെ കാർഡാണ്. അപ്പം എളുപ്പത്തിൽ വന്നു ചേരുന്ന ഒരു എനർജിയാണ് യൂണിവേഴ്സിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എളുപ്പം വന്നു ചേരുന്നു. അപ്പം ദൂരത്തൊക്കെയാണെന്ന് ഓർത്ത് പലരും ദുഃഖിക്കുന്നുണ്ടാകും. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് എളുപ്പം നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തി വന്നു ചേരുന്നുണ്ട്. ഇതൊരു യാത്രയുടെ കാർഡാണ് 8 ഓഫ് വാൺസിന്റെ. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് സോർട്സ് എന്നാണ്. പേജ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പം ആ വ്യക്തിയുടെ ബുദ്ധിയിൽ ഇവർക്കൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിലും പക്ഷെ സാഹചര്യങ്ങളൊന്നും വ്യക്തിക്ക് അനുകൂലമല്ല. കണ്ടിന്യൂസ് ആയിട്ട് ജോലി ഭാരം ഏറുന്ന ഒരാളുടെ എനർജിയാണ് ഇതിലൂടെ. കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ ഇത് തീർന്നിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ മറന്നിട്ടില്ല. ആ വ്യക്തി ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇതിന്റെ മീനിങ്. മൂന്നാമത്തത് നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അപ്പം ഇതും ഒരു ഫാസ്റ്റ് ആയിട്ട് ഈ വർക്കുകളൊക്കെ എളുപ്പം ചെയ്തു തീർത്തിട്ട് അതിവേഗം ഈ വ്യക്തിയിലേക്ക് മടങ്ങി വരണം എന്ന് ആശിക്കുന്ന ഒരു കാർഡാണ് നൈറ്റ് ഓഫ് സോർട്സിന്റെ കാർഡും. അപ്പം അവിടെ എളുപ്പം ഒത്തിരി വർക്കുകൾ ഉണ്ടായിരിക്കും. വർക്കുകളൊക്കെ തീർത്തിട്ട് എളുപ്പം നാട്ടിൽ ഈ വ്യക്തിയിലേക്ക് വന്നു ചേരണം എന്നാണ് ഈ വ്യക്തി ആശിക്കുന്നത് എന്നാണ് ഈ കാർഡ് പറഞ്ഞു തരുന്നത്. അടുത്ത കാർഡ് ഹൈപ്രീഷ്യസിന്റെ എനർജിയാണ്. ഹൈപ്രീഷ്യസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇല്യൂഷനിൽ തന്നെ നിങ്ങളിലേക്ക് തന്നെ നോക്കുക. നിങ്ങളുടെ അന്തരാത്മാവ് എന്ത് പറയുന്നു അത് അതാണ് അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ കാണുന്നതല്ല, അകമേയുള്ളതാണ്. അപ്പം അകമേയുള്ളത് എന്താണ്? ആ വ്യക്തി ഓൾറെഡി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഉള്ളിലേക്ക് പറയുന്ന ഒരു ആൻസർ. ഇപ്പൊ ഒരു മൗനം കാണിക്കുന്നെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനൊരു കുറവുമില്ല. ഇഷ്ടം തന്നെ ഉണ്ട്. പക്ഷെ ആ വ്യക്തി ഒന്നും തുറന്നു പറയുന്നില്ല. ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് ഇഷ്ടം, പക്ഷെ വെളിയിലോട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ആ വ്യക്തിക്ക് എന്നോട് താല്പര്യമില്ല, എന്നോട് സ്നേഹമില്ല എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്. അങ്ങനെ കരുതിയെങ്കിൽ അത് തെറ്റാണ്. അപ്പൊ ആ വ്യക്തിയുടെ അന്തരാത്മാവിൽ ഉള്ളിൽ ഉണ്ട് നിങ്ങളോടുള്ള ഇഷ്ടം. അതാണ് നിങ്ങൾ പറഞ്ഞില്ല, എടുത്തില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഉള്ളവരാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തന്നെ ഉണ്ട് എന്നാണ് ഈ സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത ദി ലവേഴ്സിന്റെ കാർഡാണ്. ദി ലവേഴ്സിന്റെ കാർഡ് പറയുന്നത് ചില ആൾക്കാരെ എന്നും മീറ്റ് ചെയ്യുന്നവരായിരിക്കും, എന്നും ഫോൺ കോൾ ചെയ്യുന്നവരായിരിക്കും. എപ്പോഴും ഇതൊരു ഡിവൈൻ ലവ് ആണെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പം ഇത് ഈശ്വരനായിട്ട് കൊണ്ടുവന്ന ഒരു ബന്ധമാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് ലവേഴ്സ് കാർഡ് എന്താ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ഒരേപോലെ മുന്നോട്ട് പോകും. ഇവരുടെ ബന്ധം ഒരു കല്യാണത്തിലൊക്കെ അവസാനിക്കാൻ ചാൻസ് ഉള്ളതാണ് എന്നാണ് ഈ കാർഡ് പറഞ്ഞത്. ഒരു ഡിവൈൻ ലവ് ആണ് എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് പറയുന്നത് നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജി സാഹചര്യം ഒന്നും അനുകൂലമല്ല. ചിലപ്പം പല ആൾക്കാർക്ക് ഈ കല്യാണത്തിൽ ഒബ്ജക്ഷൻ കാണും. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ ഒക്കെ പലതരം ഒബ്ജക്ഷൻ ഉണ്ടാവും. പക്ഷെ ആ വ്യക്തി ആ സാഹചര്യങ്ങളിൽ നിന്ന് പോലും ആ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ നൈറ്റ് ഓഫ് കപ്പിന്റെ കാർഡിലൂടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങൾ ഉണ്ട് എന്ന് പുറത്തോട്ട് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആ വ്യക്തി ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഓൾറെഡി തുറന്നു പറഞ്ഞ ഒരു ബന്ധമാവാം, ഇല്ലെങ്കിൽ
തുറന്നു പറയാത്ത ഒരു ബന്ധമാണ്. ഏതായാലും ഇത് പറഞ്ഞാൽ എന്ത് പൊട്ടിത്തെറി ഉണ്ടാകും, ഇതറിഞ്ഞാൽ എന്ത് പൊട്ടിത്തെറി ഉണ്ടാകും എന്ന് ഭയത്തോടെ വീക്ഷിച്ചുകൊണ്ട് ആ ഇമോഷൻസിനെയൊക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഇഷ്ടം താല്പര്യവും അതിനൊന്നും കുറവ് വന്നിട്ടില്ല. പക്ഷെ പുറത്തെ അദ്ദേഹത്തിന് തുറന്നു പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ ആ ഒരു സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയതായിരിക്കും ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഓൾ ഓവർ ആയിട്ട് നോക്കുമ്പോൾ ഒരു നല്ല എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി ഒരിക്കലും നിങ്ങളോട് മറന്നിട്ടല്ല ജീവിക്കുന്ന. ചിലവർക്ക് ജോലി ഭാരമായിരിക്കും, ചിലർക്ക് സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഇതിൽ കാണിക്കുന്നത്. അപ്പം ഈ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമന്റ് ചെയ്യുക. നല്ല റീഡിങ്ങുകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.